championship game. Your superpowers have left you. It's up to you to make your name. Just make the most of what you got. Nobody cares if you fail or not. Just try to be who you promised to be. You are still young, so set yourself free. Liars from home, the world that you know will become beautiful. Become beautiful. Light, become beautiful. Become beautiful tonight. Become beautiful. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളെല്ലാം അധീനമാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അവനെപ്പോലുള്ള ഒരു സഖിയെ അവനു വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതനാകാൻ പോകുന്ന ഞങ്ങളുടെ റിക്സൻ മോനെയും ട്രിനി മോളെയും അനുഗ്രഹിക്കണമേ. ഖാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരായ മാർയോസേപ്പ് പിതാവേ, ദൈവപിതാവായ പരിശുദ്ധ കന്യക മറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുന്നതിനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുന്നതിനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണമായ എല്ലാ വിശുദ്ധരെയും കാവൽ മാലാഖമാരെയും ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തു സൂക്ഷിക്കണമേ.
Such a beautiful night to make a change in our lives. East Anglian sky, empty bottle of wine. I got you by my side, talking about love and life. Oh, how lucky am I when I look in your eyes. What a wonderful way to spend a moment or two. To be lying awake and be here talking to you. I got something to say, I know what I gotta do. To be making a change, now the moment of truth. Why am I feeling so nervous when things are going so perfect? But I know that it's worth it to spend forever with you. And so I count 2, 3 and get on one knee and I ask you, darling, honestly, I've waited all this time just to make it right. So I'll ask you tonight, will you marry me? Just say yes. One word, one love, one life. The gentle touch of the hand, fingers running through hair, lips pressed to her lips, so I was caught unaware. Arms holding me tight, tears in both of her eyes. What a beautiful way to spend the rest of our lives. The sun will reappear, burning auburn and red. My chest was the pillow, green grass lawn was the bed. Last night was the night, one last moment of truth. And what a wonderful way of falling deeper in you. Why was I feeling nervous when things were going so perfect? But now I know that it's worth it to spend forever with you. And so I count 2, 3 and get on one knee and I ask you, darling, honestly, I've waited all this time just to make it right. So I'll ask you tonight, will you marry me? Just say yes. One word, one love, one life. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ അറിഞ്ഞു പറയുമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പോലെ എപ്പോഴും. കർത്താവായ ദൈവമേ, അങ്ങ് ഒരിക്കൽ കൂടി ഈ ഭവനത്തെ പ്രത്യേകമാം വിധം സന്ദർശിക്കുവാൻ തീരുമാനിച്ചായല്ലോ. അങ്ങയുടെ ദാസിയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മകളുമായ ട്രിനിയെ വിവാഹ ദിവസം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളുടെ വഴിയും വഴികാട്ടിയുമായ കർത്താവെ, സർവ്വപ്രത്യാശയും ഞങ്ങൾ അങ്ങിൽ സമർപ്പിച്ച് ഈ ദാസിയെ ഞങ്ങളിതാ വിവാഹത്തിനായി ഒരുക്കി വിശുദ്ധ അൾത്താരയെങ്കിലേക്ക് യാത്ര അയക്കുന്നു. കനിവോടെ തിരക്കൻ പാർക്കണമേ. നിത്യനായ സർവേശ്വര, ആമേൻ. ദൈവം രൂപകൽപ്പന ചെയ്ത് മെനഞ്ഞെടുത്ത കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. ആ സംരക്ഷണം നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ആവശ്യമായ സമയമാണിത്. നമുക്കെല്ലാവർക്കും കർത്താവെ അങ്ങിൽ ആശ്രയിക്കുന്നുവെന്ന് ഏറ്റു പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ആശ്രയിക്കുന്നു. അതിൻ്റെ സംരക്ഷണമുള്ളവനും സർവശക്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാൻ. കർത്താവെ, അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. തൻ്റെ തൂവലുകൾ കൊണ്ട് എന്നെ അവിടുന്ന് മറച്ചോളും. അവിടുത്തെ ചിറകളുടെ കീഴിൽ എനിക്ക് അഭയം ലഭിക്കും. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നുവെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോമിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവെ, നിൻ്റെ ദാസിയെ സ്നേഹത്തിൻ്റെ ശൃംഖല കൊണ്ട് വിവാഹമെന്ന കൂദാശയിൽ ബന്ധിക്കുമാറാകണമേ. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം വിശ്വസിക്കുവാനും വിശ്വസ്ത പുലർത്തുവാനും ശക്തി നൽകണമേ. പരസ്പര ധാരണയോടെ ഹൃദയൈക്യത്തിൽ ദൈവാനുഗ്രഹം അനുഭവിച്ച് സന്തുഷ്ടരായി കഴിയുവാൻ നിൻ്റെ ദാസിക്ക് ഇടയാക്കണമേ. സ്നേഹനിധിയായ പിതാവേ, ഈ കുടുംബത്തിൽ നിന്നും മരിച്ച് അങ്ങിൽ ജീവിച്ച് ആനന്ദിക്കുന്ന
പ്രിയപ്പെട്ടവരുടെ ഓർമ്മയും പ്രാർത്ഥനയും ഞങ്ങളോടത്തുണ്ടാകണമേ. കാനായിലെ കല്യാണത്തിൽ ആദ്യത്തെ അത്ഭുതം ചെയ്ത് വിവാഹത്തെ മംഗളമാക്കി തീർത്ത ഈശോയെ, വരൻ്റെയും വധുവിൻ്റെയും വിവാഹ ജീവിതം ധന്യമാക്കണമേ. ആ കുടുംബത്തിനു വേണ്ടി മധ്യസ്ഥത യാചിച്ച പരിസമ്മേ, ഇവർക്ക് വേണ്ടിയെന്നും അപേക്ഷിക്കണമേ. നസ്രസ്ര തിരുകുടുംബം പോലെ സ്നേഹത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും ഒരു കുടുംബമാകുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഇവർക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ മംഗളകർമ്മങ്ങളിൽ പങ്കെടുത്ത് മണവാളിനെയും മണവാട്ടിയെ അനുഗ്രഹിക്കുന്ന ബന്ധുമിത്രാദികളെയും അഭ്യുത കാംക്ഷികളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്രോതനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്രോതിലെ പോലെ ഭൂമിയിലും ആകണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും പ്രാബല്യം അധികാരം അങ്ങേക്ക് മാത്രമാകുന്നേൻ. ആമേൻ. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ കണ്ണിൽ വെള്ളം നൽകി. യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയും പ്രകാരം ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 1-2 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം ഈ പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി ഇത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. I was born to fly and spread these wings and find my own. I am coming home. Today will be the day, it all will take. Nothing, no one's in my way. Today will be the day. I was made to dream that anything can be my own.
കൂടി വെല്ലുവിളിയിലേക്കും ദേവാലയത്തിലേക്കും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലിയ റോസ് മാതാപിതാക്കളെ സിബ്ലിംഗ്സിൻ്റെ നമുക്ക് പഠിപ്പിക്കുകയാണ്. സിബ്ലിംഗ്സിനെയും പാരൻസിനെയും ഗ്രാൻഡ് പാരൻസിനെയും റിലേറ്റീവ്സിനെയും ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ട്രെയിനി തോമസിൻ്റെ പാരൻസ് തോമസ് റെജി രണ്ടുപേരെയും സിബ്ലിംഗ്സിനെയും റിലേറ്റീവ്സിനെയും ഞാൻ സ്നേഹപൂർവ്വം ഈ തിരുക്കർമ്മങ്ങളിലേക്കും ദേവാലയത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും മോഹനമായ ദിവസമാണ്, നിമിഷമാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ എല്ലാവരെയും ഞാൻ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഡേവിസ് ചാലിശ്ശേരി അച്ഛൻ കഴിയുന്ന പ്രവണതകളെ ചെയ്യുന്ന അദ്ദേഹമാണ് ഇന്നത്തെ വിശുദ്ധ ബലിയർപ്പണം നടത്തുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ കുളക്കലച്ചൻ ഡയറക്ടർ ഓഫ് ആശ്രയ ഹോം അച്ഛനാണ്. അച്ഛൻ നമുക്ക് പരിചയമുള്ള അച്ഛനാണ്. അപ്പോൾ അച്ഛൻ നമുക്ക് സന്ദേശം തന്ന് നമ്മെ അനുഗ്രഹിക്കും. അച്ഛനെയും ദേവീസത്തിനെയും ഞാൻ സ്നേഹപൂർവ്വം ഈ തിരുക്കർമ്മങ്ങളിലേക്ക് ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാ ബന്ധുമിത്രാദികൾക്കും അതുപോലെ തന്നെ സ്നേഹിതർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ വിശുദ്ധ ബലിയിലേക്ക് തിരുക്കർമ്മങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദേവാലയത്തിനുള്ളിൽ ഷൂസ് ധരിക്കുന്നില്ല, എക്സെപ്റ്റ് ബ്രൈഡൽ കപ്പിൾസ് മാത്രമാണ് ഷൂസ് ധരിച്ച് ദേവാലയത്തിൽ നടക്കുന്നത്. മറ്റുള്ളവരെ ഷൂസ് പുറത്ത് സൂക്ഷിക്കുന്നു. Amen.
ജീവിക്കുവാൻ ദാസരെന്ന് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ബദൂരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപ നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യത്തിനും നന്മയ്ക്ക് വേണ്ടി ഈ കൂതാശയത്തിൽ പരികർമ്മ ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തിനെയും മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകനും മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്റെ തന്നെ മണവാട്ടിയെ തിരഞ്ഞെടുത്തു. വലിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോടികളായ ലഭിക്കുമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യത്തിന്റെ ഭവനത്തിൽ വെളിഞ്ഞെടുക്കുന്ന മുതലുകളിയാകും. നിന്റെ മക്കൾക്ക് മേശയ്ക്കും സൈറ്റുമുള്ളിൽ പോലെയായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്റെ മണവാട്ടിയെ തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിലൂടെ നിൽക്കുന്ന സഭയിൽ ഞാൻ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുഗ്രഹനും ബലവാനും അത്യുരമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. A reading taken from the book of Genesis, chapter 2, verses 18 to 25. Then the Lord God said, "It is not good that the man should be alone. I will make him a helper as his partner." So out of the ground the Lord God formed every animal of the field and every bird of the air and brought them to the man to see what he would call them. And whatever the man called every living creature, that was his name. The man gave names to all cattle and to the birds of the air and to every animal of the field. But for the man there was not found a helper as his partner. So the Lord God caused a deep sleep to fall upon the man, and he slept. Then he took one of his ribs and closed up his place with flesh. And the rib that the Lord God had taken from the man, he made into a woman and brought her to the man. Then the man said, "This at last is bone of my bones and flesh of my flesh. This one shall be called woman, for out of man this one was taken. Therefore a man leaves his father and his mother and clings to his wife, and they become one flesh. And the man and his wife were both naked and were not ashamed." This is the word of the Lord. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ബലമടയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും നീയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങൾ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. വിശുദ്ധ പൗലോസ് എഫെസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നതുപോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർ വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവർ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ടു കഴുകി വചനത്താൽ
ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ ബൗദ്ധപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരമെന്നതുപോലെ സ്നേഹിക്കണം. ഭാര്യമാരെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ആരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യമാരുടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം അധ്യായം 10:2-9 വരെയുള്ള തിരുവചനങ്ങൾ. പരിസേർ വന്ന് യേശുവെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നീ മനസ്സിലാണോ? ഈശോ അവരുടെ മറുപടി പറഞ്ഞു, മോശയാണ് നിങ്ങളുടെ കൽപ്പിച്ചത്. അവർ പറഞ്ഞ്, മോശപത്രം എഴുതി അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷൻ സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. അതുമൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടെല്ലാം ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം വിചരിച്ചത് മനുഷ്യൻ ഏർപ്പെട്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജാക്കബച്ച, ബഹുമാനപ്പെട്ട ജോസച്ച, റിക്സൻ, ട്രിനി, റിക്സന്റെ മാതാപിതാക്കന്മാരെ, ട്രിനിയുടെ മാതാപിതാക്കന്മാരെ, ബന്ധുമിത്രാദികളെ, പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു സുദിനമാണ്. പ്രത്യേകിച്ച് റിക്സന്റെയും ട്രിനിയുടെയും ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. സകാലിക കുടുംബത്തിലെ അംഗമായിട്ടുള്ള റിക്സന് മുൻപാക്കുന്ന കുടുംബത്തിലെ അംഗമായ ട്രിനിയെ വിവാഹം ചെയ്യുന്ന ഒരു ദിവസം. രണ്ട് കുടുംബങ്ങളും ഒന്നായിട്ട് തീരുന്ന ഒരു ദിവസം.
മൊട്ടാട്ട് മുന്നേൽ കുടുംബത്തിലെ അംഗമായിട്ട് ചക്കാലകൾ കുടുംബത്തിലെ അംഗമായിട്ട് വരുന്നു. അതുപോലെ തന്നെ ചക്കാലകൾ കുടുംബത്തിലെ അംഗമായിട്ടുള്ള റിക്സൺ മൊട്ടാട്ട് മുന്നേൽ കുടുംബത്തിലെ അംഗമായിട്ട് മാറുന്ന ഒരു ദിവസം. ദൈവം തിരഞ്ഞെടുത്ത് നൽകിയ ഈ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയുകയും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. ഞങ്ങളെല്ലാവരും എവിടെയായിരിക്കുകയാണ് നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുവാനായിട്ട് ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ഈ ഒരു യാത്ര ഇവിടെ മുതൽ ആരംഭിക്കുമ്പോൾ ധാരാളമായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റിക്സനെ എനിക്ക് പരിചയമുള്ള ഞാൻ ആയിരുന്ന ഒരു ഇടവകയിൽ റിക്സൺ എൻ്റെ കൂടെ ട്രസ്റ്റിയായിട്ട് വർക്ക് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ പിന്നീട് ആ ഇടവക മാറി വേറൊരു ഇടവകയിലേക്ക് വന്നപ്പോഴും അവിടെ റിക്സണും ഫാമിലിയൊക്കെ വരുവാനായിട്ട് ഇടയായി. അപ്പം അതുപോലെ തന്നെ ഡെവിസച്ചനും റിക്സനെ പരിചയമുള്ള ഡെവിസച്ചൻ്റെ കൂടെ റിക്സൺ ട്രസ്റ്റിയായിട്ട് വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ റിക്സനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം നല്ലൊരു പയ്യനാണ്. എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ഓടി നടന്നുകൊണ്ട് പള്ളിയുടെ കാര്യങ്ങൾക്ക് എല്ലാം ചെയ്തിരുന്ന, നല്ലപോലെ സപ്പോർട്ട് ചെയ്തിരുന്ന, എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് ചെയ്യാനായിട്ട് പരിശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ് റിക്സൺ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് റിനിയുടെ മാതാപിതാക്കൾ ഒരിക്കലും വിഷമിക്കേണ്ട. റിക്സനെ നല്ലൊരു കാര്യങ്ങളിലാണ് ട്രിനിയെ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നത് ഓർത്തുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങളുടെ ജീവിതം പിന്നീട് റിക്സന്റെ ജീവിതം ഒത്തിരിയേറെ ദൈവാനുഗ്രഹപ്രദമായിട്ട് മാറും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: മനുഷ്യൻ ഏകനായിരിക്കുന്ന നാമെല്ലാം, അതുകൊണ്ട് അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. റിക്സൺ ഏകനായിരിക്കുന്ന നാമല്ല എന്ന് ദൈവം മനസ്സിലാക്കിയിട്ട് റിക്സന് ചേർന്ന ഇണയായിട്ടാണ് ട്രിനിയെ ദൈവം റിക്സന്റെ ജീവിതത്തിലേക്ക് നൽകിയത്. അതുപോലെ തന്നെ ട്രിനി ഏകയായിരിക്കുന്ന നാമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ട്രിനിക്ക് ചേർന്ന ഇണയായിട്ടാണ് റിക്സനെ ദൈവം ട്രിനിയുടെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവം യോജിപ്പിച്ചതുമായിട്ടുള്ള ഒരു കുടുംബത്തിനാണ് ഇവിടെ ഇന്ന് രൂപം കൊടുക്കുക. ഇപ്പം ധാരാളമായിട്ട് റിക്സന്റെ ട്രിനിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് ഉണ്ടാകുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മളെല്ലാവരും ഈ ഒരു സമയത്തിലേക്ക് പ്രവേശിക്കുക. ഒരു കുടുംബം ഇവിടെ രൂപപ്പെടുകയാണ്. രണ്ട് കുടുംബങ്ങൾ ഒന്നായി ചേരുന്ന പുതിയൊരു മുഹൂർത്തം. ഈ ഒരു സമയം ധാരാളമായിട്ടുള്ള ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റിക്സനോട് ചോദിക്കുകയാണ്, റിക്സനെ വിവാഹത്തെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് റിക്സന്റെ മനസ്സിലൂടെ കടന്നുപോയത് റിക്സന് നല്ലൊരു ഭാര്യയെ ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം അതിനുവേണ്ടിയാണ് റിക്സൺ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെന്നല്ല. അപ്പോൾ ആ ആഗ്രഹം ദൈവം കേട്ടു. അപ്പം അതിൻ്റെ ഫലം പൂർത്തിയായിട്ട് ഈ സമയം വന്നിരിക്കുകയാണ്. റിക്സന് ചേർന്ന ഒരിണയായിട്ട് റിക്സൺ ആഗ്രഹിച്ച രീതിയിൽ, റിക്സൺ പ്രാർത്ഥിച്ച രീതിയിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിട്ട് ട്രിനിയെ ദൈവം ഈ സമയം റിക്സന് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ട്രിനിയം ആഗ്രഹിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് നല്ലൊരു ഭർത്താവിനെ ലഭിക്കണം എന്നുള്ളതാണ്. ദൈവം ആ പ്രാർത്ഥനയും കേട്ടു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ട്രിനിക്ക് ഏറ്റവും പ്രിയങ്കരനായ, ഏറ്റവും യോജിച്ചതെന്ന് ദൈവം മനസ്സിലാക്കി റിക്സനെ ദൈവം ട്രിനിയുടെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ വിവാഹ ജീവിതം, ഇവിടെ നിങ്ങളുടെ വിവാഹ ജീവിതം തുടക്കം കുറിക്കുവാനായിട്ട് പോവുകയാണ്. ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ വ്യക്തി ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഭാര്യയല്ല എനിക്ക് ലഭിച്ചത് റിക്സന് തോന്നിയാൽ, അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഭർത്താവിനെ അല്ല എനിക്ക് ലഭിച്ചതെന്ന് ട്രിനിക്ക് തോന്നിയാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനായിട്ടില്ല. നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചിരുന്നത് നല്ലൊരു ഭാര്യ ലഭിക്കണമെന്നാണ് റിക്സൺ ഇതുവരായിട്ട് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന കേട്ടു. ഇനി മുതൽ ആ പ്രാർത്ഥന ചൊല്ലേണ്ടതില്ല. അതുപോലെ തന്നെ ട്രിനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നല്ലൊരു ഭർത്താവിനെ ലഭിക്കണമെന്നാണ്. അപ്പോൾ അത് ദൈവം കേട്ടു. ആ ദൈവം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നല്ലൊരു ഭർത്താവായിട്ട് റിക്സനെ ദൈവം ഇപ്പോൾ ട്രിനിക്ക് നൽകുകയാണ്. അധികം താമസിയാതെ തന്നെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മാറുകയാണ്. പിന്നെ പ്രാർത്ഥിക്കേണ്ടത് നല്ലൊരു ഭർത്താവായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയായിട്ട് എനിക്ക്
ജീവിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ എന്നാണ് ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത്. ജീവിതം അറിയാൻ നമുക്കറിയാം, കുടുംബജീവിതം എന്ന് പറയുന്നത് ഒത്തിരിയേറെ സങ്കടങ്ങളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ജീവിതത്തിൻ്റെതായിട്ടുള്ള സഹനങ്ങളെയും വേദനകളെയും വിഷമങ്ങളെയും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ, പരസ്പരം താങ്ങും തണലുമായിട്ട് മാറണമെങ്കിൽ, നല്ലൊരു ഭാര്യയായിട്ട് നല്ലൊരു ഭർത്താവായിട്ട് മാറിയെങ്കിൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത് നല്ലൊരു ഭർത്താവായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവമേ ഈ നിമിഷം അത് എന്നെ സഹായിക്കണമെന്ന് റിക്സനും അതുപോലെ തന്നെ നല്ലൊരു ഭാര്യയായിട്ട് കർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയായിട്ട് ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയായിട്ട് ജീവിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് ഇനിയും ഈ നിമിഷം മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇപ്പം നമുക്കറിയാം, വിവാഹ ജീവിതം നമുക്കൊരിക്കലും ബുദ്ധിമുട്ടുകളില്ലാത്ത വേദനകളില്ലാത്ത ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കില്ല. അതിനെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണുവാൻ പോലും സാധിക്കില്ല. വേദനകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, സന്തോഷങ്ങളുണ്ടാകാം. എന്തു തന്നെ വന്നാലും ആ നിമിഷങ്ങളെല്ലാം പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച് ഒരുമയോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി പരസ്പരം മനസ്സിലാക്കി പരസ്പരം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം. അപ്പം ആ ഒരു ദൗത്യം നിങ്ങൾ പൂർണ്ണമായിട്ട് സ്വീകരിച്ച് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പും ബോധ്യമുണ്ട്. ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകൾ നിങ്ങളോട് ഒപ്പവുമുണ്ട്. ഈ ഒരു നിമിഷത്തിലേക്ക് ദൈവം നിങ്ങളെ പിടിച്ച് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജീവിതം പൂർണ്ണമായിട്ടും സ്വീകരിക്കുവാനായിട്ട് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളോടുമൊപ്പം ജീവിക്കുവാനായിട്ട് നിങ്ങളെ ദൈവം സഹായിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും കുറച്ച് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അതിനുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ദമ്പതിമാർ ഇവിടെ ഒരുമിച്ച് കൈകൾ പുറത്ത് പിടിച്ച് അവരുടെ പ്രതിജ്ഞാവാചകം ചൊല്ലുന്നുണ്ട്. അപ്പോൾ അവരുടെ പുറത്ത് പിടിച്ച കൈകൾ ഒരിക്കലും അകലാതെ അകന്നു പോകാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കാരണം ജീവിതത്തിൽ പരസ്പരം കൈകൾ പുറത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങേണ്ടവരാണ് ദമ്പതിമാർ. ഒരാളുടെ കൈകൾ പുറത്ത് പിടിച്ച കൈകൾ അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒപ്പം എത്തി മുന്നോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കുകയില്ല. കൈകൾ പുറത്ത് പിടിച്ച് രണ്ടുപേരും പരസ്പരം ഒരേ ചുവടോടുകൂടി, ഒരേ മനോഭാവത്തോടുകൂടി, ഒരേ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് നീങ്ങണം. അപ്പോഴാണ് അവരുടെ വിവാഹ ജീവിതം ഒത്തിരിയേറെ മഹത്തരമാവുക, മഹനീയമായിട്ട് മാറുക. ഒരുപക്ഷെ വിവാഹ ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്ന പോലെയല്ല ഭാര്യ പെരുമാറുന്നതെന്ന് ഭർത്താവിന് തോന്നിക്കഴിഞ്ഞാൽ ഭർത്താവ് ആ സമയം പുറത്ത് പിടിച്ച കൈകൾ അടിയാതെ ഭർത്താവ് അല്പം സ്ലോ ആവുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഭാര്യയും കൂടെ കൊണ്ട് നടക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഒരാളുടെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാലും ഒരാളുടെ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കൈകൾ പുറത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് കൈകൾ പുറത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഒരാളുടെ കുറവുകളോടൊപ്പം മറ്റേയാൾ താതാത്മ്യപ്പെടുവാനായിട്ടും ആ കുറവുകൾ സ്വയം ഏറ്റെടുക്കുവാനായിട്ടും ആ കുറവുകൾ തൻ്റെ തന്നെ കുറവുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉത്തരവാദിത്വത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ഈ ഒരു കുടുംബ ജീവിതം, വിവാഹ ജീവിതം ഏറ്റവും മഹത്തരമാവുക, പൂർണ്ണമായിട്ട് മാറുക. അപ്പം അതിന് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുകുടുംബം എന്നുള്ളത്. വിശുദ്ധ യോസേഫ് പിതാവിൻ്റെയും മാതാവിൻ്റെയും അതുപോലെ തന്നെ ഉണ്ണിയേശുവും അടങ്ങുന്ന കുടുംബം. വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ യോസേഫ് പിതാവ് തൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആഗ്രഹിച്ചുറപ്പിച്ച തീരുമാനം പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കാതെ പോയ ഒരു വ്യക്തിയാണ് വിശുദ്ധ യോസേഫ് പിതാവ്. പ്രിയപ്പെട്ട അലക്സ ട്രിനി, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ യോസേഫ് പിതാവിനെ പോലെ ദൈവിഷ്ടമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് സാധിക്കാതെ പോകട്ടെ എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. യോസേഫ് പിതാവ്, നമുക്കറിയാം, യോസേഫ് പിതാവ് മാതാവിനെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ സ്വപ്നത്തിന് ദൈവവുമായിട്ട് ദൈവത്തിന്റെ ദൂതനുമായിട്ട് സംസാരിച്ചപ്പോൾ യോസേഫ് പിതാവ് ആ തീരുമാനത്തിൽ നിന്ന് മാറുകയാണ് ചെയ്തത്. അതുപോലെ ഇവരുടെ വിവാഹ ജീവിതത്തിൽ ദൈവേഷ്ടമല്ലാത്ത, ദൈവത്തോട് ചോദിക്കാത്ത ഒരു കാര്യങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ. യോസേഫ് പിതാവിനെ പോലെ ഇവരുടെ ജീവിതം ഒത്തിരിയേറെ ദൈവാനുഗ്രഹപ്രദവും അതുപോലെ തന്നെ ദൈവത്തോട് ആലോചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതവുമായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഉണ്ണിയേശുവിനെ 12ാമത്തെ വയസ്സിൽ ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മ വന്ന് തൻ്റെ തിരുകുമാരനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ പിതാവ് ഞാനും ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ നമ്മളൊക്കെ ആണെങ്കിൽ പറയുന്നത് ഇപ്രകാരമായിരിക്കും: ഞാനും നിന്റെ അപ്പനും നിന്നെ ഉത്കണ്ഠയോടുകൂടി അന്വേഷിക്കുകയായിരുന്നു. ഇപ്പൊ മാതാവ് ഇവിടെ യോസേഫ് പിതാവിനാണ് പ്രാധാന്യം കൊടുത്തത്.
അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ പിതാവും ആദ്യം യോസേപ്പിതാവിന് പ്രാധാന്യം കൊടുത്തത്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിതമായിട്ട് മാറട്ടെ. പരസ്പരം താങ്ങായിട്ട് തണലായിട്ട് എപ്പോഴും ഉണ്ണിയേശു കൂടിയുള്ള ഒരു നല്ലൊരു വിവാഹ ജീവിതമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾ എല്ലാ വിധത്തിലും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്ന ഈ ഒരു കുടുംബജീവിതം ഒത്തിരിയേറെ അനുഗ്രഹത്തിന്റെ വിശുദ്ധിയുടെയും ദൈവത്തിന്റെ പ്രീതിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമായിട്ട് മാറട്ടെ. ദൈവങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹം എന്ന കൂദാശ വഴി ബന്ധിതരാകുന്നവർക്ക് വേണ്ടി കർത്താവേ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും നിന്റെ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നമ്മളോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസത്തെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും വീട്ടിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരായി എന്നേക്കും. Dear brothers and sisters, the bride and the groom are going to be united in the sacrament of holy matrimony. The celebrant prays for himself that he may administer the sacrament worthily. In reverence and attentiveness, let us now pray in silence. In the beginning, this man with the life partner, we praise your eternal providence. Strengthen me, your servants, to administer worthily this sacrament that binds this bride and groom in love. Shower upon me your abundant grace, Father, Son, and Holy Spirit, Lord of all forever. Amen. Amen.
free will and full consent, will you take Minnie as your wife? Minnie, in compliance with the law of Christ and in accordance with the teachings of the Church, with free will and full consent, do you take Rickson as your husband? As a symbol of the signature covenant, we may now join the right hands. May God of Abraham, Isaac, and Jacob be with you. May our Lord Jesus Christ bind you in holy matrimony to a family life of love and oneness of mind. In the name of the Father, and of the Son, and of the Holy Spirit. Amen. O Lord, you by your death on the cross have earned church as your bride. Bless this body that unites the bride and the groom in mutual trust and love. May this body, the very symbol of unity, bind them to indivisible love and fullness of fidelity. May the cross and most learning give them strength to bear cheerfully the sorrows of life and create a life pleasing to you. May this also be a symbol of their fidelity. Amen. O Lord God, bless these rings, the bride and groom exchange, a symbol of their mutual love and fidelity. In the name of the Father, and of the Son, and of the Holy Spirit. Amen. O merciful Lord, who adorns the human soul with an ensuring mantle of grace, bless this humble body. Help this bride and groom put you on to their mutual love and self-giving. O Lord, who calls the Holy Church, your bride, in the mantle of glory, make this couple worthy to put on the robe of glory in heaven, after a life of sanctity on earth. Amen. Yes,
we pledge by the Holy Gospel to live in love and fidelity, with oneness of mind, in joy and sorrow, in wealth and want, in health and sickness, from this day till the hour of our death. May the Almighty God bless us to live in accordance with His promise. Brethren, bow your heads and receive the blessing. May Almighty God bless you. May He enrich you with eternal beauty and gifts of the Holy Spirit. May Christ, the head of the Church, be always your sovereign and protector. May He be your friend in all your doings and pour up your life with all mental, physical, and temporal well-being. May He help you receive gladly the children God may deign upon to bless upon you, and lead them in the path of holiness. And may He make you worthy to offer Him praise, worship, and thanksgiving forever. Amen. ജീവിക്കുന്നവരെ
ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ പിതാക്കന്മാർക്കും പുരോഹിതന്മാർ ശുശ്രൂഷകളുടെയും ധർമ്മശാലയുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയായിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസികളുമായ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ മുൻപോട്ട് പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനം കാരണമാകട്ടെ. സഹോദരൻ ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ജീവനും പാപികളുമായിരുന്നു ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അധർമ്മത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭക്തജനമരസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കൈകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. മാലാഖമാരുടെ അപൂർവനായ നീ കുമ്പിട്ടാരാധിക്കുന്നു.
ദിവ്യന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ഡോക്ടർമാരുടെ സ്ഥാപന്മാരോട് ചേർന്ന് നാഥനായി നീക്കിയവർ ആരാധന സമർപ്പിക്കുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ പരിമളനാൻ ഉന്നതവീതിയോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവായി വീണ്ടും വരുവോരും തന്നെ. ഉന്നതവീതിയോശാന, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആപത്തുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണങ്ങൾ ആചരിക്കുന്നു. രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ വധിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, തന്നെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്രവയാനികമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ലൈംഗിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമ്മതിക്കുകയും എത്രയായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടകൾക്ക് വെച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ വൃത്തിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങളുമായി ഞങ്ങൾ നിന്റെ സ്തുതിയും ബഹുമാനവും ആരാധനയെ സമർപ്പിക്കുന്നു. ഇപ്പോഴും
നിങ്ങളുടെ സഭയുടെ പിതാവും തലവന്മാൻ മേഖലാഫിക്കും നിങ്ങളുടെ പിതാവും അതിരൂപമായ സഭാശ്രമത്താക്കും പുരോഹിതന്മാർ വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവനും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും മുസ്ലിംമാരുടെയും രക്തസാക്ഷികളുടെയും അന്ധരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധവർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ക്രിസ്ത്യനും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും ഇവിടെ യഥാർത്ഥത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിലും പ്രദേശം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പുതിയ കുടുംബം ആരംഭിച്ച് ഈ ജീവിതം ആരംഭിക്കുന്നു. ജീവിതത്തിൽ നീളം ദൈവത്തിനെ ഭക്ഷിക്കുവാൻ ഇവിടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഈ ദിവസം ഒന്നിച്ചു കൂടിയിരിക്കുന്നവർ, നിങ്ങളെ സ്നേഹിക്കുന്നവർ, നിങ്ങൾ സ്നേഹിക്കുന്നവർ ഒന്നിച്ചു കൊണ്ടിരുന്നതാ അഭിപ്രായം തീരാം. പ്രത്യേകിച്ച് എല്ലാ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം പ്രത്യേക വിഷയം പ്രാർത്ഥിക്കാം. അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയെ അയച്ചുവെന്നും ഉപവാസമെല്ലാവരും അറിയട്ടെ. നിങ്ങളുടെ കർത്താവ് ദൈവമായി വിശികാമെന്ന ജീവദായകമായ സുവിശേഷം വരെ വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സിദ്ധാന്തമായ നാമക്ക് വേണ്ടിയുള്ള നവംബരിൽ വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനക്ഷത്രമായി ഈശോയുടെ പീഡാത്മത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കാലത്തിൻ്റെയും മകരീയവും വൈവത്യനകവും പരിശുദ്ധം ജീവദായകവും ദിവ്യവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കവേ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലവരെ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും സ്നേഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയത്തോ നേടമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വസിയായി നിന്റെ നാമത്തിലെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Sweet
ജീവിതത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ചരിത്രത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭദ്രതയോടെ സമീപിക്കാം. അനുദാനത്തോടെ ശബ്ദത്തോടെ അപരാധങ്ങളും പിന്തിരിഞ്ഞും പാവങ്ങളെ പുസ്തകത്താക്കി വെച്ചും സഹോദരരുടെ ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ ശബ്ദത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവങ്ങളും യാചിക്കുകയും ചെയ്യാം. നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയുടെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയെ എപ്പോഴും നിർമ്മല ഹൃദയവും പ്രസന്നപരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേടപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. മനുഷ്യനായി നമ്മളിലേക്ക് ഇറങ്ങി വരികയും തന്റെ കൃപയാൽ മനുഷ്യവംശത്തിന് ഉന്നതമായ ദിവ്യരഹസ്യങ്ങൾ നൽകുകയും ചെയ്ത രാജകുമാരന് നമുക്ക് നന്ദി പറയാം. മാലാഖമാരുടെ ഗണം വലിയ ഭയത്തോടും വിനയത്തോടും കൂടി അവരുടെ നാമം പ്രകീർത്തിക്കുന്നു. വലിയ സ്നേഹത്തോടെ നമ്മോട് ചേർന്ന് അവർ സ്തുതിക്കുകയും കർത്താവ് പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, അനാദി മുതലുള്ളവൻ പരിശുദ്ധൻ എന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ കാരണത്താൽ നമ്മളെല്ലാവരും സഹോദരരെ, സ്വന്തം വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും പ്രാർത്ഥന ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
Thank you.